ഹലോ ഓൾ, ഡിഫറെൻറ്റ് എഞ്ചിനീയറിംഗ് ബ്രാഞ്ചുകളെ പരിചയപ്പെടുത്തുന്ന ഈ ഒരു സീരീസിൽ അടുത്ത വീഡിയോ ആണ്. മുൻപ് നമ്മൾ ഓൾറെഡി കെമിക്കൽ എഞ്ചിനീയറിംഗിനെ കുറിച്ചുള്ള വീഡിയോ റിലീസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ടോട്ടൽ എഞ്ചിനീയറിംഗ് ബ്രാഞ്ചസിൽ എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും ഓൾഡസ്റ്റ് ആയിട്ടുള്ള ബ്രാഞ്ചുകളിൽ ഒന്നാണ് ആക്ച്വലി മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ഈ ഒരു ടേമൊക്കെ വന്ന് നമ്മൾ ടെക്നോളജി അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന ഒരു ഗ്രാജുവേഷൻ പ്രോഗ്രാമൊക്കെ തുടങ്ങിയ കാലം മുതലുള്ളത് തന്നെയാണ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന ബ്രാഞ്ച്. ഈവൻ ഞാൻ IIT മദ്രാസിൽ കംപ്ലീറ്റ് ചെയ്തത് BTech ആൻഡ് MTech ഇൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ആയിരുന്നു. ഡ്യൂൾ ഡിഗ്രി പ്രോഗ്രാം ആയിരുന്നു. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ് ഈ ഒരു ബ്രാഞ്ചിൻ്റെ സാധ്യതകൾ, ഇന്നും റെലവൻ്റ് ആണോ എന്നുള്ള ക്വസ്റ്റ്യൻ പല ആളുകളുടെയും മനസ്സിൽ ഉണ്ടാവാറുണ്ട്. എത്രത്തോളം നല്ല ജോലികളാണ് ഇതിൽ കിട്ടാറുള്ളത്, മറ്റ് ഓപ്പർച്യൂണിറ്റീസ് എന്തൊക്കെയാണ് ഇതിൽ പഠിക്കാനുണ്ടായിരിക്കാം, ആരാണ് ആക്ച്വലി ഈ ഒരു ബ്രാഞ്ച് ചൂസ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിനെ കുറിച്ച് പറയുമ്പോൾ ആദ്യം എൻ്റെ മനസ്സിലേക്ക് വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളൊരു മെക്കാനിക്കൽ എഞ്ചിനീയർ ആണ് അല്ലെങ്കിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ആണ് പഠിക്കുന്നത് എന്ന് പറയുമ്പോൾ നമ്മുടെ വീട്ടിലും അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള ആളുകൾ പല രീതിയിലാണ് അതിനെ നോക്കി കാണുക, അല്ലേ? ഇപ്പം ഞാൻ മെക്കാനിക്കൽ എഞ്ചിനീയർ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ ആളുകൾ വിചാരിക്കും നമുക്ക് വണ്ടി കേടുവന്നാൽ നന്നാക്കാൻ അറിയാമെന്ന് വിചാരിക്കും. അതുപോലെ തന്നെ വീട്ടിലുള്ള ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ കേടുവന്നു കഴിഞ്ഞാൽ അത് നന്നാക്കാൻ അറിയുന്ന ആളുകളാണ് മെക്കാനിക്കൽ എഞ്ചിനീയർ എന്ന് പല ആളുകളും ധരിക്കാറുണ്ട്. ഇനി വാട്ട് സൊസൈറ്റി തിങ്സ് വി ഡു, അതുപോലെ തന്നെ ഗവൺമെൻറ് എന്ത് വിചാരിക്കുന്നു, ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ആക്ച്വലി പല ആളുകളും ചിലപ്പോൾ ഒരു ഡെസ്കിൻ്റെ മുന്നിൽ ഇരുന്നു കൊണ്ട് അല്ലെങ്കിൽ കമ്പ്യൂട്ടറിൻ്റെ മുന്നിൽ ഇരുന്നു കൊണ്ടുള്ള റിസർച്ച് ടൈപ്പ് ജോലി ചെയ്യുന്ന ആളുകളായിരിക്കാം. അങ്ങനെ പല ഫീൽഡിൽ പല ടൈപ്പ് ഓഫ് റോളുകൾ ചെയ്യുന്ന ആളുകൾ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് എത്തുന്നുണ്ട്, പല റോളുകളിലേക്ക് ആളുകൾ എത്തുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞാൽ ഉടനെ വണ്ടി കേടുവന്നാൽ, ഒരു കാറ് കേടുവന്നാൽ നന്നാക്കുന്ന ആളുകളല്ല മെക്കാനിക്കൽ എഞ്ചിനീയേഴ്സ്. ഓക്കെ, അത് വേണമെങ്കിൽ ഒരാൾക്ക് എന്ത് ചെയ്യാം, അതിൻ്റെ കാര്യങ്ങളൊക്കെ പഠിച്ചെടുക്കാം. അതിന് മെക്കാനിക്കൽ എഞ്ചിനീയർ ആവണം നിർബന്ധമില്ല. നമുക്കൊരു കാർ ഷോപ്പിൽ പോയി കഴിഞ്ഞിട്ട് അവിടുത്തെ ഒരാളുടെ കൂടെ ജോലി ചെയ്തിട്ട് പഠിച്ചെടുക്കുന്നവരുണ്ട്. അതുപോലെ തന്നെ ഒഫീഷ്യലി കാർ മെക്കാനിക് ആവാൻ വേണ്ടിയിട്ട് പഠിക്കുന്ന ആളുകളുണ്ട്. അതൊരു ഡിഫറെൻറ്റ് കാര്യം തന്നെയാണ്. സോ എന്താണ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇറ്റ്സ് എ ഡൈവേഴ്സ് ആൻഡ് ഡൈനാമിക് ഫീൽഡ് ദാറ്റ് ഇൻവോൾവ്സ് ഡിസൈനിങ്, അനലൈസിങ്, മാനുഫാക്ചറിങ് ആൻഡ് മെയിൻറ്റെയിനിങ് മെക്കാനിക്കൽ സിസ്റ്റംസ്. നമ്മൾ ഇന്ന് കാണുന്ന ഒരുപാട് സിസ്റ്റംസ്, ഒരുപാട് പ്രോഡക്റ്റുകൾ മാനുഫാക്ചർ ചെയ്ത് വരുന്നതിൽ ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പ്രോസസ്സുകൾ ഇൻവോൾവ് ആണ്, അല്ലേ? നിങ്ങൾക്കറിയാം, ഒരുപാട് ഫാക്ടറീസും ഇൻഡസ്ട്രീസും അതിലുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ കാസ്റ്റിങ്ങും വെൽഡിങ്ങും പോലെയുള്ള ഒരുപാട് പ്രോസസ്സുകൾ, ഞാൻ നേരത്തെ പറഞ്ഞ കാറുകളാവട്ടെ, ഏത് ഓട്ടോമൊബൈൽസ് ആവട്ടെ, ഏത് മെഷീനറികൾ, ടൂൾസ് ഡെവലപ്പ് ചെയ്യുന്നതിലൊക്കെ മാനുഫാക്ചർ ചെയ്യുന്നതിൽ ഇൻവോൾവ് ആണ്. ഇങ്ങനെ ഒരു വളരെ വൈഡ് വെറൈറ്റി ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ ബ്രോഡായിട്ടുള്ള ഒരു ഫീൽഡാണ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത്. ഇനി നിങ്ങളിതിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ 4 വർഷം BTech എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമിൽ നിങ്ങൾ മെയിൻലി പഠിക്കാൻ പോകുന്ന ഏരിയാസ് ഇതാണ്. അപ്ലൈഡ് മെക്കാനിക്സ്, അതായത് നമ്മുടെ മെറ്റീരിയൽ സ്ട്രെങ്ത്, ഓരോ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് കൺസ്ട്രക്ഷൻസ് ഒക്കെ ബിൽഡ് ചെയ്യുന്ന സമയത്തുള്ള സ്ട്രെങ്ത്തിനെ കുറിച്ച് അനലൈസ് ചെയ്ത് പഠിക്കുന്ന ടോപ്പിക്കാണ് അപ്ലൈഡ് മെക്കാനിക്സ്. സോളിഡ്സിൻ്റെ സ്ട്രെങ്ത് ആണ് ബേസിക്കലി അതിൽ പഠിക്കുന്നത്. അതുപോലെ തന്നെ ഡൈനമിക്സ് ഓഫ് മെഷീനറി, മെഷീൻസ് എങ്ങനെ വർക്ക് ചെയ്യുന്നു, മെഷീൻസിലെ ഡിഫറെൻറ്റ് പാർട്ടുകൾ, കണക്ട് ചെയ്തിരിക്കുന്ന പല പാർട്ടുകളും എങ്ങനെ മൂവ് ചെയ്യുന്നു, ഫോർ എക്സാമ്പിൾ ഗിയർ പോലെയുള്ള മൂവിങ് പാർട്ടുകളൊക്കെ എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നുള്ളത്. മാനുഫാക്ചറിങ് പ്രോസസ്സുകൾ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കാസ്റ്റിങ്ങും വെൽഡിങ്ങും തുടങ്ങി മാനുഫാക്ചറിങ് ഇൻഡസ്ട്രിയിൽ വരുന്ന ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് പ്രോസസ്സുകളെ കുറിച്ച് പഠിക്കാനുണ്ടായിരിക്കും. തെർമോഡൈനാമിക്സ്, ഫ്ലൂയിഡ് മെക്കാനിക്സ്, ഹീറ്റ് ആൻഡ് മാസ് ട്രാൻസ്ഫർ, ഇതൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൻ്റെ 3 പില്ലേഴ്സാണിത്. തെർമോഡൈനാമിക്സ് എക്സ്ട്രീംലി ഇമ്പോർട്ടൻ്റ് ആണ്. ബേസിക്കലി എനർജി പ്രൊഡ്യൂസ് ചെയ്യാൻ, പവർ പ്രൊഡ്യൂസ് ചെയ്യാനൊക്കെ നമ്മൾ പല പവർ സ്റ്റേഷൻസും പവർ പ്ലാന്റുകളും നമുക്കറിയാം. അതിലൊക്കെ തെർമോഡൈനാമിക്സും ഹീറ്റ് ട്രാൻസ്ഫറും തന്നെയാണ് യൂസ് ചെയ്യുന്നത്. IC എഞ്ചിൻസ്, ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ്. അപ്പോൾ നമ്മൾ ആക്ച്വലി കാറുകളെ കുറിച്ച് പഠിക്കുന്നത് ഈ എൻ്റയർ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന വളരെ വലിയൊരു ബ്രാഞ്ചിലെ ഒരു സിംഗിൾ കോഴ്സ് മാത്രമാണ് ആക്ച്വലി ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇന്റേണൽ കമ്പസ്റ്റൻ എഞ്ചിൻസ്, നമ്മുടെ കാറുകളിലൊക്കെ ഉള്ള ഡീസൽ, പെട്രോൾ എഞ്ചിനുകളെ കുറിച്ച് പഠിക്കാനുണ്ടായിരിക്കും. അതൊക്കെ ഒരു കോഴ്സ് മാത്രമാണ്, അത് മാത്രമല്ല മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്. ഇനി മെറ്റീരിയൽ സയൻസ്, പുതിയതായിട്ട് വരുന്ന മെറ്റീരിയൽസിനെ കുറിച്ച്, നാനോ ടെക്നോളജി പോലെയുള്ള ഒരുപാട് പുതിയ മെറ്റീരിയൽസിനെ കുറിച്ചുള്ള പഠനം മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ വരുന്നുണ്ട്. അതുപോലെ ടൂൾസ് ആൻഡ് ടെക്നിക്സ്, ഡിഫറെൻറ്റ് ടൂൾസ് ആൻഡ് ടെക്നിക്സ്, ഡ്രോയിങ് ടെക്നിക്കുകൾ വരുന്നുണ്ട്, റെഫ്രിജറേഷൻ ആൻഡ് എയർ കണ്ടീഷനിങ് എന്ന് തുടങ്ങി വളരെ വൈഡായിട്ടുള്ള കോഴ്സസ് ആയിരിക്കും നിങ്ങളിതിൽ പഠിക്കുന്നുണ്ടാവുക. ഇതുകൂടാതെ ഓട്ടോക്യാഡ് പോലെയുള്ള സോഫ്റ്റ്വെയർസിൽ മെക്കാനിക്കൽ ഫിഗറുകൾ, മെക്കാനിക്കൽ സിസ്റ്റംസും അതുപോലെ തന്നെ ഡിസൈനുകൾ, ടൂൾസൊക്കെ നമുക്ക് ഡ്രോയിങ് ചെയ്യാനുണ്ടാവാറുണ്ട്. 2D 3D ഡ്രോയിങ് ഉണ്ടാവാറുണ്ട്. ഇങ്ങനെ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് എന്ന് പറയുമ്പോൾ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് വരണം. അപ്പോൾ ഇതിലെല്ലാം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഫിസിക്സിൻ്റെ അപ്ലിക്കേഷൻ തന്നെയാണ് മെയിൻലി വരുന്നത്. പിന്നെ മാത്തമാറ്റിക്സും ഇൻവോൾവ് ആണ്. അപ്പോൾ നമ്മളിപ്പോൾ +1 +2 ഒക്കെ പഠിക്കുന്ന കുട്ടികളോട് പറയുകയാണെന്നുണ്ടെങ്കിൽ, നമ്മുടെ +1 നിങ്ങൾ പഠിക്കുന്ന മെക്കാനിക്സ് എന്ന് പറയുന്ന ഏരിയ, കൈനമാറ്റിക്സും ഡൈനാമിക്സും, അതുപോലെ തന്നെ മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് സോളിഡ്സ്, ഫ്ലൂയിഡ്സ്, പിന്നെ തെർമോഡൈനാമിക്സ്, ഹീറ്റ് ട്രാൻസ്ഫർ, പിന്നെ വേവ്സ് ആൻഡ് ഓസിലേഷൻസ്,
അപ്പോൾ നമ്മുടെ എൻറ്റയർ +1 ഫിസിക്സിൻ്റെ ഡിഫറെൻറ്റ് ചാപ്റ്റേഴ്സിൻ്റെ അപ്ലിക്കേഷനാണ് ശരിക്കും മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ വരുന്നത്. അപ്പോൾ +1 ഫിസിക്സ് ഇഷ്ടമുള്ള അല്ലെങ്കിൽ അത് ഫേവറായിട്ട് തോന്നുന്ന ആളുകൾക്ക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ചൂസ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യെസ് എന്ന് നമുക്ക് പറയാം. അതിൻ്റെ ഡിഫറെൻറ്റ് വേരിയസ് ആപ്ലിക്കേഷൻസ് തന്നെയാണ്. പക്ഷേ നമ്മൾ ആ ലെവലായിരുന്നു കമ്പയർ ചെയ്യാൻ പാടില്ല. +1 പഠിച്ചതിനേക്കാളൊക്കെ എത്രയോ ഹയർ ലെവൽ കോൺസെപ്റ്റുകളും അതുപോലെ തന്നെ ആപ്ലിക്കേഷൻസുമാണ് നമുക്ക് ഇതിൽ പഠിക്കാനുണ്ടായിരിക്കാം. ഇനി എവിടെ പോയിട്ട് നിങ്ങൾക്ക് ഇത് പഠിക്കാം? ഇപ്പോൾ ഏറ്റവും ഫേമസ് ആയിട്ട് നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ IIT ബോംബെ, ഡൽഹി, മദ്രാസ്, ഖരഗ്പൂർ, ബിറ്റ്സ് പിലാനിയൊക്കെയാണ് ടോപ്പ് കോളേജുകൾ. ഇനി അതല്ലാതെ തന്നെ പ്രൈവറ്റ് ആയിട്ട് ഇന്ത്യയിൽ നിങ്ങൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ VIT വെല്ലൂർ, അണ്ണാ യൂണിവേഴ്സിറ്റി, ജാദവ്പൂർ യൂണിവേഴ്സിറ്റി, SRM യൂണിവേഴ്സിറ്റി ഒക്കെ എന്താണ് പ്രൈവറ്റ് സ്ഥാപനങ്ങളാണ്. ഞാൻ നേരത്തെ പറഞ്ഞത് പ്രീമിയർ ആയിട്ടുള്ള ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളാണ്. കേരളത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ NIT കാലിക്കറ്റ് ഉണ്ട്, ഒബ്വിയസ്ലി IIT പാലക്കാട് ഉണ്ട്, CET ട്രിവാൻഡ്രം, തൃശ്ശൂർ ഗവൺമെൻറ് കോളേജുണ്ട്, TKM കോളേജുണ്ട്, കുസാറ്റുണ്ട്. ഇവിടെയൊക്കെ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് കോഴ്സസ് അവൈലബിൾ ആണ്. അണ്ടർസ്റ്റുഡ്. ഇനി ഇൻഡസ്ട്രീസ്, ഏതൊക്കെ ടൈപ്പ് ഓഫ് ഇൻഡസ്ട്രീസിലാണ് മെക്കാനിക്കൽ എഞ്ചിനീയേഴ്സ് വർക്ക് ചെയ്യാറുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എയ്റോസ്പേസ്, ഡിഫൻസ് ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യാറുണ്ട്, ഓട്ടോമോട്ടീവ് ഇൻഡസ്ട്രിയിൽ പോകാറുണ്ട്. എല്ലാ ഓട്ടോമൊബൈൽ കമ്പനീസിനും എന്ത് വേണം? മെക്കാനിക്കൽ എഞ്ചിനീയേഴ്സിനെ വേണം. അതുപോലെ ബയോമെഡിക്കൽ ഫീൽഡിൽ എനർജി ആൻഡ് പവർ, ഞാൻ നേരത്തെ പറഞ്ഞ തെർമൽ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന ഒരു സെക്ഷൻ എന്താണ്? എനർജി ആൻഡ് പവറുമായിട്ട് റിലേറ്റ് ചെയ്തതാണ്. മാനുഫാക്ചറിങ് ഇൻഡസ്ട്രീസിൽ വർക്ക് ചെയ്യാൻ ഒരുപാട് മെക്കാനിക്കൽ എഞ്ചിനീയേഴ്സിന് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാകും. റോബോട്ടിക്സ്, കൺസൾട്ടിങ്, അപ്പോൾ ഇങ്ങനെ തുടങ്ങി പുതിയ ഫീൽഡുകളുണ്ട്. നമ്മുടെ നാനോ ടെക്നോളജി, റോബോട്ടിക്സ്, മെക്കാട്രോണിക്സ് തുടങ്ങി മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിലെ ഈ മാനുഫാക്ചറിങ്ങും എനർജി ആൻഡ് പവർ എന്ന് പറയുന്ന ട്രഡീഷണൽ ഇൻഡസ്ട്രീസ് അല്ലാതെ പുതിയതായിട്ട് വരുന്ന ഒരുപാട് ഫീൽഡുകൾ ആക്ച്വലി മെക്കാനിക്കൽ എഞ്ചിനീയേഴ്സിന് വർക്ക് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാവാറുണ്ട്. ഓക്കെ, ഇനി ജോബ് പ്രൊഫൈലുകൾ. നിങ്ങൾ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് കംപ്ലീറ്റ് ചെയ്തിട്ട് നിങ്ങൾ വർക്ക് ചെയ്യാൻ പോകുമ്പോൾ നിങ്ങൾ എൻ്റർ ചെയ്യുന്ന ജോബ് പ്രൊഫൈലുകൾ കുറച്ച് എക്സാമ്പിൾസ് ആണത്. ഡിഫൻസ് എഞ്ചിനീയർ ആയിട്ട് വർക്ക് ചെയ്യാറുണ്ട്, അക്കോസ്റ്റിക് എഞ്ചിനീയർ ആയിട്ട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, പ്രൊഡക്റ്റ് ഡിസൈൻ എഞ്ചിനീയർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അതുപോലെ ടൂൾ എഞ്ചിനീയർ, റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് R&Dയിൽ ഒരുപാട് ആളുകൾ പോയിട്ട് വർക്ക് ചെയ്യാറുണ്ട്, എഞ്ചിനീയറിംഗ് കൺസൾട്ടൻ്റ് ആയിട്ട് വർക്ക് ചെയ്യാറുണ്ട്, സേഫ്റ്റി എഞ്ചിനീയർ, സിസ്റ്റംസ് എഞ്ചിനീയർ, ഇങ്ങനെ തുടങ്ങിയത് വെറും കുറച്ച് എക്സാമ്പിൾസ് ആണ്. ഇങ്ങനെ നിരവധി ഫീൽഡുകളിൽ വർക്ക് ചെയ്യാറുണ്ട്. അണ്ടർസ്റ്റുഡ്. ഇനി മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് അറിയുന്ന ഒരാൾക്ക് തന്നെ കോഡിംഗ് ബാക്ക്ഗ്രൗണ്ടും കൂടെ ഉണ്ടെങ്കിൽ, അതായത് പ്രോഗ്രാമിംഗ് അറിയാമെന്നുണ്ടെങ്കിൽ ഒരുപാട് ഫീൽഡുകൾ അഗെയിൻ ഓപ്പൺ ആണ്. റോബോട്ടിക്സ് പോലെയുള്ള മറ്റൊരുപാട് ഫീൽഡുകൾ ആക്ച്വലി എന്താണ് ഓപ്പൺ ആണ്. ഇപ്പോൾ MATLAB പോലുള്ള സോഫ്റ്റ്വെയർസ് ഒക്കെ യൂസ് ചെയ്തിട്ടുള്ള ഡിഫറെൻറ്റ് മോഡലിങ്ങും സിമുലേഷൻസും ഒക്കെ മെക്കാനിക്കൽ എഞ്ചിനീയേഴ്സ് എന്ത് ചെയ്യാറുണ്ട്. ഇനി കമ്പനീസ് ഏതൊക്കെയാണ്, ഇത് ജോലി ഓഫർ ചെയ്യുന്ന കമ്പനികൾ ഏതൊക്കെയാണ്? അഗെയിൻ നമുക്ക് പരിചയമുള്ള ഒരുപാട് ഓട്ടോമൊബൈൽ കമ്പനീസ് ഇവിടെ കാണാം. ഈവൻ റോൾസ് റോയ്സ്, മഹീന്ദ്ര, സുസുക്കി തുടങ്ങി ഡിഫറെൻറ്റ് കമ്പനികളുണ്ട്. അതുകൂടാതെ തന്നെ നമുക്കറിയാം നമ്മുടെ ONGC പോലെയുള്ള IOCL, നമ്മുടെ ഭാരത് പെട്രോളിയം, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള നമ്മുടെ ഇന്ത്യയിലെ ഓയിൽ കമ്പനീസൊക്കെ മെക്കാനിക്കൽ എഞ്ചിനീയേഴ്സിനെ ഹയർ ചെയ്യാറുണ്ട്. ഇതൊക്കെ വെറും കുറച്ച് എക്സാമ്പിൾസ് മാത്രമാണ്. നിരവധി ആയിരക്കണക്കിന് കമ്പനികൾ എല്ലാ വർഷവും ഇന്ത്യയിൽ പല കോളേജസിൽ നിന്നായിട്ട് മെക്കാനിക്കൽ എഞ്ചിനീയേഴ്സിനെ ഹയർ ചെയ്യാറുണ്ട്. ഇത് കൂടാതെ തന്നെ ഇനി പുറത്തേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിലും ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. വിദേശ രാജ്യങ്ങളിലും മെക്കാനിക്കൽ എഞ്ചിനീയേഴ്സിന് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. സോ ബേസിക്കലി ഇതിലെ ഓപ്പർച്യൂണിറ്റികൾ അല്ലെങ്കിൽ നമ്പർ ഓഫ് ജോബ് ഓഫേഴ്സ് ഒരിക്കലും എന്ത് ചെയ്യാൻ പോകുന്നില്ല, ഡ്രാസ്റ്റിക് ആയിട്ട് അങ്ങനെ കുറയാൻ പോകുന്നില്ല. കാരണം ഈ പറയുന്ന ഇൻഡസ്ട്രീസ് ഒക്കെ എന്നും ഉണ്ടായിരിക്കും, ഇതൊന്നും ഒരു ദിവസം നിൽക്കാൻ പോകുന്നില്ല. എനർജി ആൻഡ് പവറും കൺസ്ട്രക്ഷൻസും മാനുഫാക്ചറിങ് ഒക്കെ എല്ലാ കാലത്തും ഉണ്ടായിരിക്കും, ഒരുപാട് വർഷങ്ങളായിട്ടുണ്ട്, ഇനിയും അങ്ങോട്ട് ഉണ്ടായിരിക്കും. അപ്പോൾ ഇതൊന്നും എന്ത് ചെയ്യാൻ പോകുന്നില്ല, പെട്ടെന്നൊരു ദിവസം സ്റ്റോപ്പ് ചെയ്യാൻ പോകുന്ന ഇൻഡസ്ട്രി അല്ല എന്നുള്ളത് കൊണ്ട് തന്നെ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന ഫീൽഡിൻ്റെ ഓപ്പർച്യൂണിറ്റീസ് അത് എന്നും ഒരുപോലെയാണ്. ഓക്കെ, ഇനി അങ്ങോട്ടും അതുപോലെ തന്നെ ഉണ്ടായിരിക്കും. പക്ഷെ എന്ത് എക്സ്പെക്ട് ചെയ്യാൻ പാടില്ല, ഇപ്പോൾ കമ്പ്യൂട്ടർ സയൻസും അതുപോലെ തന്നെ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ഒക്കെ പോലെ വളരെ ഹൈ സാലറി പാക്കേജുകളോ അല്ലെങ്കിൽ വളരെ ഫാസ്റ്റായിട്ട് ഗ്രോ ചെയ്യുന്ന ഇൻഡസ്ട്രീസോ നമുക്ക് അത് കമ്പ്യൂട്ടർ സയൻസും മറ്റുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ ഇല്ല എന്ന് തന്നെ പറയാം. ഇപ്പം കമ്പ്യൂട്ടർ സയൻസിൽ നമുക്കറിയാം ഡേറ്റാ സയൻസും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും ഒക്കെ വളരെ ഫാസ്റ്റായിട്ട് ഗ്രോ ചെയ്യുന്ന ഇൻഡസ്ട്രീസ് ആണ്. അപ്പോൾ അതിൻ്റെയൊക്കെ ആപ്ലിക്കേഷൻസ് പതുക്കെ എന്ത് ചെയ്യും, ഈ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ ഓരോരോ ഫീൽഡിലേക്കും എത്തും. ഇനി നമ്മൾ സാലറീസ് ഡിസ്കസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആവറേജ് സാലറി ഇന്ത്യയിൽ ജോലി കിട്ടുന്ന ആളുകൾക്ക് 4 to 8 lakhs per annum ആണ് മെക്കാനിക്കൽ എഞ്ചിനീയേഴ്സിന് കിട്ടുന്ന ആവറേജ് സാലറി. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കമ്പ്യൂട്ടർ സയൻസുമായിട്ടോ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗുമായിട്ട് കമ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇത് ലോവർ സൈഡിലാണുള്ളത്. അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ IITസിലും NITസിലൊക്കെ നിങ്ങൾ ഓപ്ഷൻസ് കൊടുത്തിട്ട് കോളേജ് ബ്രാഞ്ച് കിട്ടുന്ന സമയത്ത് കമ്പ്യൂട്ടർ സയൻസിനൊക്കെയാണ് ഹൈ ഡിമാൻഡ് ഉണ്ടാവുക. പിന്നെ ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക്സ് ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് ആളുകൾ എന്ത് ചെയ്യുക, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ചൂസ് ചെയ്യുക. IITയിലെ ആവറേജ് പാക്കേജ് നോക്കുകയാണെങ്കിൽ 15 lakhs per annum ആണ് കഴിഞ്ഞ 2-3 വർഷങ്ങളിൽ. NITയിലെ ആവറേജ് പാക്കേജ് 10 lakhs per annum ആണ്. അപ്പോൾ ഇന്ത്യയിലെ ഓവറോൾ ആവറേജിനേക്കാൾ ഓഫ് കോഴ്സ് എല്ലാ ബ്രാഞ്ചിലും എന്ത് മുകളിലായിരിക്കും, IITസും NITസും മുകളിൽ തന്നെ ആയിരിക്കും. ഹയർ സ്റ്റഡീസ് നോക്കുന്ന ആളുകൾ ജോലിക്ക് പകരം ഹയർ സ്റ്റഡീസിന് പോകുകയാണെങ്കിൽ നിങ്ങൾക്ക് MTechന് പോകാം, MS പോകാം. കുറച്ചുകൂടെ സ്പെഷ്യലൈസ് ചെയ്തുകൊണ്ട് ജനറലി എല്ലാവരും പഠിക്കുന്ന BTech അല്ലാതെ മെക്കാട്രോണിക്സിലേക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ പോകാം. അതുപോലെ നാനോ ടെക്നോളജി, ടൂൾ ഡിസൈൻ, എയ്റോസ്പേസിലേക്ക് പോകാം. അഡ്വാൻസ്ഡ് മാനുഫാക്ചറിങ്
കാര്യങ്ങൾ പഠിക്കാൻ പോകാം, ഓപ്പറേഷൻസ് അല്ലെങ്കിൽ സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് പഠിക്കാൻ പോകാം. ഇങ്ങനെ നിരവധി ഓപ്പർച്യൂണിറ്റീസ് നിങ്ങൾക്ക് എംടെക് എടുക്കാൻ വേണ്ടിയിട്ട് പോകാൻ പറ്റും. പ്രോഡക്റ്റ് ഡിസൈനിലൊന്നും കൂടെ ഫോക്കസ് ചെയ്തുകൊണ്ട് നമുക്ക് നിങ്ങൾക്ക് എംടെക് എടുക്കാം. അങ്ങനെ ഒരുപാട് ഫീൽഡുകളിൽ നിങ്ങൾക്ക് എംടെക് അല്ലെങ്കിൽ MS എടുക്കാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അതും കഴിഞ്ഞിട്ട് നിങ്ങൾക്കൊരു കോർപ്പറേറ്റ് കമ്പനിയിൽ അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിൽ ഒരു വലിയ ഫേമിൽ ജോലി ചെയ്യുക എന്നുള്ളതല്ല നിങ്ങളുടെ ആഗ്രഹം എന്നുണ്ടെങ്കിൽ തുടർന്ന് നിങ്ങൾക്ക് എഗെയിൻ പഠിക്കാവുന്നതാണ്. റിസർച്ച് ഓറിയന്റഡ് ആയിട്ട് പോയിട്ട് PhD കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ്. അതിന് യൂറോപ്പിലും UK ഒക്കെ ആയിട്ട് അതുപോലെ തന്നെ USA ഒക്കെ ആയിട്ട് വളരെ നല്ല ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. നിങ്ങൾ IIT NIT പോലുള്ള കോളേജുകളിലാണ് ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അവിടുത്തെ പ്രൊഫസേഴ്സിൻ്റെ എക്സ്പീരിയൻസും റെക്കമെൻഡേഷൻസും ഒക്കെ യൂസ് ചെയ്തുകൊണ്ട് ഏറ്റവും നല്ല സ്ഥാപനങ്ങളിൽ തന്നെ MTech MS PhD ഒക്കെ വിദേശത്തുള്ള യൂണിവേഴ്സിറ്റീസിൽ പോയിട്ട് പഠിക്കാൻ സാധിക്കും. ടോപ്പ് ഫോറിൻ യൂണിവേഴ്സിറ്റീസ് നോക്കുകയാണെങ്കിൽ MIT US എല്ലാവർക്കും അറിയാം, സ്റ്റാൻഫോർഡ്, അതുപോലെ തന്നെ ഡെൽഫ് യൂണിവേഴ്സിറ്റി ടെക്നോളജി യൂണിവേഴ്സിറ്റി, കേംബ്രിഡ്ജ്, ഹാർവാർഡ് ഉണ്ട്, സൂറിച്ച് സ്വിറ്റ്സർലാൻഡിലെ യൂണിവേഴ്സിറ്റി ഉണ്ട്, സിംഗപ്പൂരിലെ യൂണിവേഴ്സിറ്റി ഉണ്ട്. ഇതൊക്കെ QS റാങ്കിങ് പ്രകാരമുള്ള ടോപ്പ് യൂണിവേഴ്സിറ്റീസ് ആണ്. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ കുട്ടികൾക്ക് അവരുടെ ഹയർ സ്റ്റഡീസ് പെർസ്യൂ ചെയ്യാനുള്ള ഫോറിൻ യൂണിവേഴ്സിറ്റീസ് ആണ്. ഇനി മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ആരാണ് ഇത് തിരഞ്ഞെടുക്കേണ്ടത്? വെറുതെ നമ്മുടെ റാങ്ക് ഇതാണെന്നുള്ളത് കൊണ്ട് മാത്രം മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് തിരഞ്ഞെടുക്കുന്ന ആളുകളുണ്ട്. ഇപ്പോൾ എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ബാച്ചിലും ഈ ഒരു പെർട്ടിക്കുലർ റാങ്കിലെത്തിയ ആളുകൾക്കാണ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് കിട്ടുക. പക്ഷെ അത് എത്തിയിട്ട് 1-2 വർഷങ്ങൾ കൊണ്ട് തന്നെ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് എന്നുള്ള ഒരു ഫീൽഡിനോട് താല്പര്യമില്ല, ഒരു മെക്കാനിക്കൽ എഞ്ചിനീയറായിട്ട് ഈ പറയുന്ന ഇൻഡസ്ട്രീസിലൊന്നും വർക്ക് ചെയ്യണം താല്പര്യമില്ല എന്ന് തിരിച്ചറിഞ്ഞിട്ട് നേരത്തെ തന്നെ സോഫ്റ്റ്വെയർ സൈഡിലേക്ക്, കോഡിംഗ് സൈഡിലേക്ക് പോകുന്നവരുണ്ട്, കൺസൾട്ടൻസി ജോബുകൾ സെലക്ട് ചെയ്യുന്നവരുണ്ട്, ഫൈനാൻസ് സെക്ടറിൽ ജോലി സെലക്ട് ചെയ്യുന്നവരുണ്ട്. ഇനി മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ട് മറ്റേതെങ്കിലും ബ്രാഞ്ചിൽ MTech കംപ്ലീറ്റ് ചെയ്യാൻ പോകുന്ന ആളുകളുണ്ട്. ഇങ്ങനെ നിരവധി ഫീൽഡിലേക്ക് പോകുന്നവരുണ്ട്. ഇനി അതല്ല, നിങ്ങൾക്ക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു, ഞാൻ പറഞ്ഞ പോലെ തന്നെ അതിലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുണ്ട്, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി ഇത് ചൂസ് ചെയ്യാം. ഇതിലുള്ള ജോബ് ഓപ്പർച്യൂണിറ്റീസ് അവൈൽ ചെയ്യാവുന്നതാണ്. മാത്ത് ആൻഡ് ഫിസിക്സ് എന്തൂസിയാസ്റ്റ് ആയിരിക്കണം. ഞാൻ പറഞ്ഞല്ലോ, +1 നിങ്ങൾ പഠിക്കുന്ന എൻ്റയർ ഫിസിക്സിൻ്റെ വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻസ് ആണ് എവിടെ ഉണ്ടായിരിക്കുക? മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ ഉണ്ടായിരിക്കാം. പാഷനേറ്റ് അബൌട്ട് ഹൗ മെഷീൻസ് വർക്ക്, മെഷീനറികൾ വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണ്, അതെങ്ങനെ ഡിസൈൻ ചെയ്യാം, അതെങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാം. അപ്പോൾ കാറ് കേട് വന്നാൽ നന്നാക്കുന്ന ആളുകളല്ല ആക്ച്വലി മെക്കാനിക്കൽ എഞ്ചിനീയേഴ്സ്. പുതിയ കാറുകളും അതിൻ്റെ സിസ്റ്റംസിൻ്റെ എഫിഷ്യൻസി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി റിസർച്ച് ചെയ്യുന്ന, പുതിയ ഡിസൈനുകൾ കൊണ്ടുവരുന്ന ആളുകളാണ് മെക്കാനിക്കൽ എഞ്ചിനീയേഴ്സ്. പ്രോബ്ലം സോൾവേഴ്സ് ആയിരിക്കണം, ഇന്നോവേറ്റേഴ്സ് ആയിരിക്കണം. എന്നും പല ചാലഞ്ചസ് നമ്മുടെ മുന്നിൽ ഉണ്ടായിരിക്കും, പല പ്രോബ്ലം സ്റ്റേറ്റ്മെൻറ്റ്സ് സൊസൈറ്റിയിൽ നിന്ന് തന്നെ ഉണ്ടായിരിക്കും. അത് നമ്മുടെ നോളജ് യൂസ് ചെയ്തിട്ട് R&D ചെയ്ത് സോൾവ് ചെയ്തെടുക്കുക എന്നുള്ള ആളുകളായിരിക്കണം. എൻജോയ് ഡിസൈനിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ അനലിറ്റിക്കൽ തിങ്കിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അഡാപ്റ്റബിലിറ്റി ആൻഡ് ക്യൂരിയോസിറ്റി ആൻഡ് ഈഗർനെസ് ടു ലേൺ, സ്ഥിരമായിട്ട് പഠിച്ചുകൊണ്ടിരിക്കണം. പുതിയ സിസ്റ്റംസ് കാണുമ്പോൾ അതിനെക്കുറിച്ച് അന്വേഷിക്കാനും അതിനെക്കുറിച്ച് പഠിക്കാനും അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകാനൊക്കെ താല്പര്യമുള്ള ആളുകൾക്ക് ഈ ഒരു ബ്രാഞ്ച് ഇഷ്ടപ്പെടും. ക്രിയേറ്റിവിറ്റി ആൻഡ് ഇന്നോവേഷനും വളരെ ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. സോ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി നിങ്ങളുടെ ഇൻ്റലക്റ്റ് യൂസ് ചെയ്തുകൊണ്ട്, നിങ്ങളുടെ ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഇതിലുണ്ട്. ഞാൻ പറഞ്ഞ പോലെ തന്നെ, പക്ഷേ എന്നാൽ എല്ലാ വർഷവും ഗ്രാജുവേറ്റ് ചെയ്യുന്ന മെക്കാനിക്കൽ എഞ്ചിനീയേഴ്സ് ഈവൻ ഫ്രം IIT NIT നിന്ന് പോലും 100% ആളുകളും ആ ഫീൽഡിലല്ല വർക്ക് ചെയ്യുന്നത്. ഒരുപാട് ആളുകൾ മറ്റ് ഫീൽഡുകളിലേക്ക് പോകാറുണ്ട്. സോ അത് ബേസിക്കലി കോളേജിൽ ജോയിൻ ചെയ്യുന്നത് പലരും അവരുടെ റാങ്ക് എത്രയാണോ അതിനനുസരിച്ചുള്ള ബ്രാഞ്ചാണ് ചൂസ് ചെയ്യുക. എന്നിട്ട് അവിടെ എത്തിക്കഴിഞ്ഞിട്ടാണ് പലരും റിയലൈസ് ചെയ്യാൻ, എനിക്കിതാണ് വേണ്ടത്, എനിക്ക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് അല്ല മറ്റൊരു ബ്രാഞ്ചാണ് വേണ്ടത്, അല്ലെങ്കിൽ മറ്റൊരു ഫീൽഡിലാണ് പോകേണ്ടത് എന്ന് റിയലൈസ് ചെയ്തിട്ട് അതിലേക്ക് പോകുന്ന ആളുകളാണ് പല ആളുകളും. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന ഫീൽഡിനെ കുറിച്ചുള്ള ഒരു ഓവർവ്യൂ. അതിലെന്താണ് പഠിക്കാനുണ്ടായിരിക്കും, ആരൊക്കെ പോകണം എന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു. ഇനി ഏതൊക്കെ ബ്രാഞ്ചുകൾ ഡിസ്കസ് ചെയ്യണം, കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ അറിയാൻ ആഗ്രഹമുണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാം.